എനിക്ക് കൂട്ടാനെ കാണുന്ന വളരെ ഒരു സന്തോഷമായിട്ടുള്ള വളരെ ഒരു കാര്യമാണ്. ആണിൻ്റെ വീറും വാശിയുമുള്ളൊരു പിടിയാന, കൊമ്പന്മാർക്ക് സമം പിടിക്കുന്നവൾ, അല്ലെങ്കിൽ അതിലും കുറച്ചു മേലെയെന്ന് തീർത്തു പറയാം. കൊമ്പന്മാർക്ക് മാത്രമേ വീറും വാശിയുമുള്ളൂ എന്ന് കരുതിയാൽ അത് പാർവതിയുടെ കാര്യത്തിൽ തെറ്റി. അതുതന്നെയാണ് കേരളത്തിൻ്റെ കാടുകളിൽ ജനിച്ച ഓതറ പുതുക്കുളങ്ങര ശ്രീ പാർവതിയുടെ പ്രത്യേകതയും. അതെ, ഇന്ന് അവളുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വടക്കുംനാഥനിലെയും ചെറായിയിലെയും ആനയൂട്ടിൽ വെച്ചാണ് പാർവതി ആനയെ ഞാൻ അധികമായി ശ്രദ്ധിച്ചു തുടങ്ങിയത്. കൊമ്പും തലയെടുപ്പും ഉയരവുമൊക്കെയാണ് കൊമ്പനാനകളിലേക്ക് ആകർഷണം വരുത്തുന്നത് എങ്കിൽ ഇവിടെ പാർവതി ആനയുടെ വ്യത്യസ്തമായ സ്വഭാവം തന്നെയാണ് അവളിലേക്ക് ആകർഷണമുണ്ടാക്കുന്നത്. അത്യാവശ്യം വീറും വാശിയും കൈമുതലായുള്ള ഒരു പിടിയാന. ഭംഗിയുടെ കാര്യത്തിലും അവൾ മുന്നിൽ തന്നെ. അവൾക്ക് കൂട്ടാനകളെ കാണുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആ സന്തോഷത്തിലാണ് അവളിങ്ങനെ വലിയ വായിൽ ചിഹ്നം വിളിക്കുന്നത്. എത്ര വലിയ ആനകൾ വന്നാലും അവിടെ പാർവതി ആനയുണ്ടെങ്കിൽ ശ്രദ്ധ ഇവളിലേക്ക് പോകാൻ ആനയുടെ ഈ ഒരു സ്വഭാവം മാത്രം മതി. എനിക്ക് കൂട്ടാനെ കാണുന്ന വളരെ ഒരു സന്തോഷമായിട്ടുള്ള വളരെ ഒരു കാര്യമാണ്. അപ്പോൾ ആന ഒന്ന് കുറുകുകയും ഒക്കെ ചെയ്യും. അത് നമ്മൾ തരണം ചെയ്ത് നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ കൂടാനെ നമ്മളെ അംഗീകരിച്ച് പോരും എന്നുള്ളതേ ഉള്ളൂ. വയനാടൻ കാടുകളിൽ എവിടെയോ ജനിച്ച് കോടനാട് കൂട്ടിൽ നിന്നും ചട്ടം പഠിച്ചിറങ്ങി ലേലം കൊണ്ട ആനയാണ് പാർവതി. ആദ്യം ചെന്നെത്തിയത് കോഴിക്കോട് ഭാഗത്തെവിടെയോ. വൈകാതെ തന്നെ അവിടെ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ട് വെൺമണിയിലേക്ക് എത്തുകയായിരുന്നു. വർഷങ്ങളോളം ഒരു ചട്ടക്കാരൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞവൾ എന്ന പ്രത്യേകതയും പാർവതിക്കുണ്ട്. അതൊരു ചുരുങ്ങിയ കാലയളവായിരുന്നില്ല. മാവേലിക്കര സ്വദേശി കൃഷ്ണൻകുട്ടി പാർവതി ആനയെ കൊണ്ടുനടന്നത് നീണ്ട 30 വർഷക്കാലത്തോളമാണ്. ആനക്കേരളത്തിലെ തന്നെ മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നായിരുന്നു അത്. ഇന്നിപ്പോൾ ഓതറ പുതുക്കുളങ്ങര പാർവതിയായി ആന നിലകൊള്ളുമ്പോൾ 10 വർഷക്കാലത്തോളമായി കല്ലിശ്ശേരി അനിയാണ് ആനയുടെ ചട്ടക്കാരനായി കൂടെയുള്ളത്. ഇത് കോടനാട് കൂട്ടിലെ ആനയാണ്. ഇതിനെ ഈരാറ്റുപേട്ട എവിടെ ഒരു സ്ഥലത്താണ് മേടിച്ചത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൺമണി TKL മില്ലിലെ അച്ചായം മേടിച്ചു. അത് അവിടെ 30 വർഷക്കാലം ഈ ആന അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെട്ടിയാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരാളാണ് ഈ 30 കൊല്ലക്കാലം ഇതിനെ കയറിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഒഴിവായി മാറിക്കഴിഞ്ഞ് അതിനുശേഷം ഞാനിപ്പോൾ ആന അഴിച്ചിട്ട് 10 വർഷത്തോളമായി. അതിൽ ഇങ്ങോട്ട് പരിപാടികളും കാര്യങ്ങളും ഓതറ പുതുക്കുളങ്ങര ക്ഷേത്രത്തിലാണ് ഇതിനിപ്പം നിൽക്കുന്നത്. ഇവിടെ മോഹനൻ തിരുമേനി എന്ന് പറയും, അദ്ദേഹമാണ് ഇതിനിപ്പം ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുകയും ഇതിനെ വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം വാശിയും ഒറ്റച്ചട്ടക്കാരിയുമായ ആനയാണ് പാർവതി. അതുമാത്രമല്ല, പുറമേക്കാരോട് അധികം താല്പര്യം കാണിക്കാത്ത ആനയാണിവൾ എന്ന് കരുതി എഴുന്നള്ളിപ്പിനോ മറ്റുമൊന്നും യാതൊരു പ്രശ്നവുമില്ല. ചട്ടക്കാരൻ്റെ വാക്കുകൾ കേട്ട് അനുസരിച്ചങ്ങനെ നിന്നുകൊള്ളും. ഈ ആനയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ആന അംഗീകരിക്കുള്ളൂ, ഒറ്റച്ചട്ടമാണ്. അല്ല മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ എഴുന്നള്ളിപ്പിനോ പണിയോ ഇപ്പോൾ പിന്നെ പണിക്ക് പോകാറില്ല. ഈ അമ്പലത്തിൽ മേടിച്ചണക്കെ ഈ ആന പണിക്ക് പോകുന്ന
പരിപാടിയില്ല. എഴുന്നള്ളിപ്പ് കാര്യങ്ങളുമായിട്ട് ആണ് അവിടെ നിൽക്കുന്നത്. ഈ മോഹൻ തിരുമേനിയുടെ ആ പുള്ളി അദ്ദേഹമാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി ഈ ആനയെ അന്വേഷിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പുറമേക്കാരെന്ന് പറഞ്ഞാൽ ദൂരെ നിന്നുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. എല്ലാം പഴമല്ലോ ഇട്ട് കൊടുക്കാനല്ലാതെ ആന കൈ മേടിക്കത്തോ ആന വാ വിളിച്ചാരോട് ഒന്നും മേടിച്ച് കഴിക്കുകയോ ഒന്നും ചെയ്യല. അതിന് വെറുതെക്കാരമായിട്ട് യാതൊരു താല്പര്യവും ഇല്ല. ഇത് ഈയൊരു ആനയുടെ മാത്രം കാര്യവുമല്ല. തൻ്റെ ചട്ടക്കാരനല്ലാതെ പുറമേക്കാരോട് ഇടപഴകുന്നത് അധികം ആനകളും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ചട്ടക്കാരൻ്റെ അനുവാദമില്ലാതെ ആനകൾക്കടുത്തേക്ക് കടന്നു ചെല്ലുന്നത് ഏറ്റവും അപകടം നിറഞ്ഞ കാര്യം തന്നെയാണ്. തൊടാൻ വരുന്നവരുണ്ട്, പഴം കൊടുക്കാൻ വരുന്നവരുണ്ട്. അവരോടൊന്നും ഈ ആനകൾക്കൊരു പ്രേമവുമില്ല. ഏതാ അപ്പം ആനകളെ നിർത്തി വെച്ചായിരിക്കും പാപ്പന്മാർ ചായ കുടിക്കാനോ എന്തെങ്കിലും ആ സമയത്ത് ഇതിൻ്റെയൊക്കെ അടുക്ക വരികയോ എല്ലാം കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അപകടമായ കാര്യങ്ങളാണ്. ആന എഴുന്നള്ളിച്ച് പോകുന്ന കൂട്ടത്തിൽ തൊടാൻ വരിക ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായുള്ള ആനയ്ക്കും ബുദ്ധിമുട്ട്, പാപ്പന്മാർക്കും ബുദ്ധിമുട്ട്. ഇവിടെ ഇങ്ങനെ വരാൻ മിക്കവാറും നമ്മൾ കണ്ടുവരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊന്ന് തൊടണം, പഴം കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് എല്ലാ ആനകളും ഒരേ സ്വഭാവമുള്ള ആനകളല്ല. പലതും പല രീതിയിലുള്ള ആനകളാണ്. ചില ആനകൾ പഴം കൊടുക്കാൻ ചെല്ലുന്നതിനെ തട്ടിയിടുകയും അപ്പോൾ അതിന് പിന്നെ ഒരു വിഷയമായി കാര്യങ്ങളായി ആ ആനയെ മാറ്റി നിർത്തുക. അതേസമയം ഈ ചെന്നവൻ്റെ കുറ്റം കൊണ്ടാണ് ഈ ആന ഇതേ രീതിയിൽ പെരുമാറുന്നത്. ആനയെ എറിഞ്ഞ് കൈകാര്യം ചെയ്യുന്ന ഒരു ആനക്കാരന് മാത്രമേ അത്യാവശ്യം വീറും വാശിയുമുള്ള ഒരു ആനയിൽ നിന്ന് വിജയിച്ചു പോകാൻ സാധിക്കൂ. കേരളത്തിലെ തന്നെ മികച്ച ചട്ടക്കാരിൽ ഒരാൾ തന്നെയാണ് ഇന്ന് പാർവതി ആനയോടൊപ്പം ഉള്ളത്. ഏറെ അനുഭവസമ്പത്തും കയറുന്ന ആനയിൽ കൂറുപുലർത്തിയുള്ള തൊഴിലും തന്നെയാണ് അദ്ദേഹത്തെ ഈ മേഖലയിൽ ഏറെ പ്രശസ്തനാക്കിയതും. ഞാൻ എൻ്റെ ബാല്യകാലം മുതലേ ഞാൻ 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആ സമയം മുതലേ എൻ്റെ വലിയച്ഛൻ്റെ കൂടെ ഞങ്ങളുടെ ജ്യേഷ്ഠച്ചാറുടെ കൂടെ ഒക്കെ ചെറുപ്പം മുതലേ ഈ പണിയിലിറങ്ങി അങ്ങനെ കുറേ നാളുകൾ അവരുടെ കൂടെ നടന്ന് അതിനുശേഷം എൻ്റെ ഒരു 18ാമത്തെ വയസ്സിൽ ഒരു ചുമതലയാന കയറുക. ചുമതലയാന എന്ന് പറഞ്ഞാൽ നല്ല അറിയപ്പെട്ട ഒരു ആനയാണ്. തിരുവല്ല മല്യത്തുമണിയുടെ ആനയെന്ന് പറയും. അതിനുശേഷം ഞാൻ ചുമതല കയറി 17 വർഷത്തോളം കയറി. അതിനുശേഷം ഈ ആന മല്യത്തുനിന്ന് മഞ്ഞക്കടമ്പിലേക്ക് ഇട്ട് ഞാൻ അവിടെ കൊണ്ടുപോയത് ഒഴിവായി പോയിരുന്നു. അതിനുശേഷം പിന്നീട് കയറുന്ന ആന അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞ ഒരു നാടനാന ആറാട്ടുപുഴ പാപ്പച്ചി എന്ന് പറയുന്ന സോമിൽ നടത്തുന്ന പാപ്പച്ചിയുടെ ഈ അനന്തനാന കയറി. അത് 2-3 കൊല്ലക്കാലം കയറി. അതിനുശേഷം പിന്നീട് വള്ളംകുളം നാരായണൻകുട്ടി 11 വർഷത്തോളം കയറി. അത് കഴിഞ്ഞ് വഴിപാടി റിബു സക്രിയ എന്ന് പറയുന്ന ആളിൻ്റെ പയ്യൻ്റെ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞൊരാന. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ തിരുവമ്പാടി കണ്ണൻ, അത് അതിൻ്റെ ചെറുപ്പം മുതൽ വിറ്റ് പോകുന്നിടം വരെ എൻ്റെ കയ്യിലായിരുന്നു ആന. അവിടുന്ന് മാനടിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ആ വീട്ടിൽ കൊണ്ടുവന്ന ആനയെ കൊടുത്ത് ഞാൻ ഒഴിവായി പോരുകയായിരുന്നു. ഇന്നിപ്പോൾ ആനയൂട്ടുകളിലെ നിറസാന്നിധ്യമാണ് പാർവതിയാന. പിടിയാനകൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളിൽ പ്രഥമസ്ഥാനീയയും. പാർവതിയാനയുടെയും ചട്ടക്കാരൻ കല്ലിശ്ശേരി അനിയുടെയും വിശേഷങ്ങൾ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തീരുന്നതല്ല. അവരുടെ കാഴ്ചകളിലേക്ക് വൈകാതെ തന്നെ തിരികെ എത്താം. വീഡിയോസ് ഇഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. ആനക്കാഴ്ചകൾ തുടരുക തന്നെയാണ്.